ഹലോ ഡിയേഴ്സ്, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോസ് കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. പരീക്ഷ എടുക്കാറായിട്ടുണ്ട്. നമ്മുടെ പാഠങ്ങൾ നന്നായിട്ട് വായിച്ചു പഠിക്കണം. ഇനി നമ്മൾ ഇന്ന് എടുക്കുന്നത് 17ാമത്തെ ചാപ്റ്ററാണ്. ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. നെഹ്റുവിൻ്റെ ഒരു സ്പീച്ചാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഡു തോട്ട്സ് അബൌട്ട് ഇന്ത്യ ഫിൽ നെഹ്റൂസ് മൈൻഡ്. ഇന്ത്യയെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ നെഹ്റുവിൻ്റെ മനസ്സിൽ നിറയുന്നുണ്ടോ? റീഡ് ദ സ്പീച്ച് ടു ഫൈൻഡ് ഔട്ട് ഹിസ് തോട്ട്സ് അബൌട്ട് ഇന്ത്യാസ് പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഇന്ത്യയെക്കുറിച്ചുള്ള പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്തകളെ കുറിച്ചിട്ട് ഈ ഒരു സ്പീച്ചിൽ പറയുന്നു. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കൂ എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. സെക്ഷൻ 1 ആണ്. നോക്കൂ. To endeavor to understand and describe the India of today would be the task of a brave man. To describe tomorrow's India would verge on rashness. ഇന്നത്തെ ഇന്ത്യയെ മനസ്സിലാക്കാനും വിവരിക്കാനും ശ്രമിക്കുക എന്നത് ഒരു ധീരനായ ഒരു മനുഷ്യന്റെ കടമയാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയെ നമ്മൾ ഒരു ധീരനായ വ്യക്തിയായിട്ടാണ് നയിക്കേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇന്ത്യയെ നയിക്കണം. To describe tomorrow's India would verge on rashness. നാളത്തെ ഇന്ത്യയെ വിവരിക്കുക എന്നത് എന്താണ്, ഒരു അക്ഷമ നിറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ക്ഷമയില്ലാത്ത, ഇന്ത്യയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. നാളത്തെ ഇന്ത്യയെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ നാളത്തെ ഇന്ത്യയെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യയെ നയിക്കേണ്ടത് ഒരു ധീരനായ വ്യക്തിയായിട്ടാണ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ഇന്ത്യ? എന്താണ് ഇന്ത്യ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ വിച്ച് ഹാസ് കം ബാക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ ടു മൈ മൈൻഡ്. അതെൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉയർന്നു വന്ന ഒരു ചോദ്യമായിരുന്നു. That is a question which has come back again and again to my mind. The early beginnings of our history fill me with wonder. It was the past of a virile and vigorous race with a questioning spirit and an urge for free inquiry, and even in its earliest known period giving evidence of a nature and tolerant civilization. അപ്പം നമ്മുടെ നെഹ്റു പറയുന്നതാണ്, നമ്മുടെ ചരിത്രത്തിൻ്റെ ആദ്യകാല തുടക്കം എന്നെ അത്ഭുതപ്പെടുത്തി. ദ ഏർലി ബിഗിനിങ്സ് ഓഫ് അവർ ഹിസ്റ്ററി fill me with a wonder. It was a past of a virile and vigorous race with a questioning spirit. ഒരു ചോദ്യോത്തര മനോഭാവം, ഒരു സ്വാതന്ത്ര്യത്തെ അന്വേഷിക്കുന്നതിനുള്ള പ്രേരണയുള്ള, അല്ലെങ്കിൽ പക്വതയുള്ള, ഊർജ്ജസ്വലവുമായിട്ടുള്ള ഒരു ഭൂതകാലമായിരുന്നു അത് എന്നാണ് പറയുന്നത്. നമ്മുടെ ചരിത്രത്തിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം എന്ന് പറയുന്നത്. Then next എന്ത് പറയുന്നു? And an urge for free inquiry, and even in its earliest known period giving evidence of a nature and tolerant civilization, accepting life and its joys and burdens. It was ever searching for the ultimate and the universal. അതുമാത്രമല്ല, അതിൻ്റെ ആദ്യകാലഘട്ടത്തിൽ പോലും പക്വതയും സഹിഷ്ണുതയും നിറഞ്ഞ ഒരു നാഗരികതയുടെ തെളിവ് നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീവിതവും അതിലെ സന്തോഷങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അതെപ്പോഴും സാർവത്രികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി അന്വേഷിച്ചു കൊണ്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ് നെഹ്റു പറയുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യ എന്നത് ഒരുപാട് അതിനെ ഒരു ഇന്ത്യയെ പറ്റി നമ്മൾ അറിയുകയും ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ട് നാം ഇന്ത്യയെ നയിക്കണമെന്നും, അതുപോലെ നമ്മുടെ പാസ്റ്റിലെ പ്രോബ്ലംസ് എല്ലാം നേരിട്ട് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മുന്നേറി വന്നിട്ടുള്ളത്, സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത്. പഴയ കാലഘട്ടത്തിൽ നിന്നും ഇന്ന് ഇന്ത്യ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാറി വന്നതുകൊണ്ടാണ് ഇന്ന് ഈ പുതുയുഗത്തിൽ ഇന്ത്യ ഇതുപോലെ നിൽക്കുന്നത്. ആൻഡ്
ലാസ്റ്റ് പറയുന്ന accepting life and its joys and burdens, it was ever searching for the ultimate and the universal. നമ്മുടെ ലൈഫിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ ലൈഫിൽ നേരിടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് നേടിയെടുക്കുകയും വേണം. ആ ലക്ഷ്യത്തോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കുക കൂടി വേണം. ഇന്ത്യയിൽ നാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇനിയും നാം അതിനെന്ത് ചെയ്യണം? സജ്ജരാകണം. നമുക്ക് ഏത് വഴിക്കാണ് പ്രശ്നങ്ങൾ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറി വന്ന രാജ്യമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ നമ്മൾ അതിനു വേണ്ടി നമ്മൾ സജ്ജരായിരിക്കണം എന്നുള്ളതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് പാരഗ്രാഫ് നോക്കൂ. ഗ്രാജുവലി ഡിറ്റീരിയോറേഷൻ സെറ്റ് ഇൻ. തോട്ട് lost its freshness and became stale, and the vitality and exuberance of youth gave place to crabbed age. ഇന്ത്യയിലേക്ക് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട് അല്ലെ? ഗ്രാജുവലി ഡിറ്റീരിയോറേഷൻ സെറ്റ് ഇൻ. ക്രമേണ എന്ത് ചെയ്യാണ്? അധപ്പതനം ആരംഭിച്ചു തുടങ്ങുകയാണ്. നമ്മുടെ തോട്ട് lost its freshness and became the stale, and the vitality and the exuberance of youth gave place to grabbage age. എന്താണ് പറയുന്നത്? നമ്മുടെ ചിന്തകൾ എന്ത് ചെയ്യാണ്? അതിൻ്റെയൊക്കെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു പോയി. ഒരു പഴകിയതായി മാറുകയാണ്. അതുപോലെ തന്നെയാണ് യുവത്വത്തിൻ്റെയൊക്കെ യുവത്വത്തിന്റെ ചൈതന്യവും ഉന്മേഷങ്ങളും ഒക്കെ എന്ത് ചെയ്യാണ്? വാർദ്ധക്യത്തിന് വഴിമാറി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാണ്. Instead of spirit of adventure, there came lifeless routine, and the broad and exciting vision of the world was cabined and confined and lost in caste divisions, narrow social customs and ceremonials. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? നമ്മുടെ സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലതും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ആ ലോകത്തിന്റെ വിശാലമായ അല്ലെങ്കിൽ ആവേശകരമായിട്ടുള്ള ഒരു ദർശനം, ജാതി വിഭജനങ്ങള്, അതുപോലെ ഇടുങ്ങിയ സാമൂഹിക ആചാരങ്ങള്, അതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിറഞ്ഞു നിന്നിട്ടുള്ളതായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ മുക്തി നേടി ഇന്ത്യ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പുതുയുഗത്തിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെന്ത് പറയുന്നു? Even so, India was vital enough to absorb the mass of people that flowed in her mighty oceans of humanity, and she never quite forgot the thoughts and had stirred in the days of her youthful vigor. അതുമാത്രമല്ല, ഇങ്ങനെയൊക്കെ ആയിരുന്നാലും മനുഷ്യത്വത്തിന്റെ മഹത്തായ ഒരു സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ള ഒരു ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ യുവത്വത്തിന്റെ നാളുകളിൽ ഇളകി മറിഞ്ഞിട്ടുള്ള ചിന്തകളെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? മറന്നു കളയാൻ നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും കഴിയില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്കും എന്താണ് ഇന്ത്യ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ച് അതിനു വേണ്ടി പ്രയത്നിച്ച ഒരുപാട് യുവതലമുറ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. Subsequently, India was powerfully influenced by the coming of Islam and Muslim invasions. Western colonial powers followed, bringing a new type of domination and a new colonialism, and at the same time the impact of fresh ideas and the industrial civilization that was growing up in Europe. This period culminated after a long struggle in independence, and now we face the future with all this burden of the past upon us, and the confused dreams and steerings of the future that we seek to build. പിന്നെ അദ്ദേഹം പറയുന്നു, തുടർന്ന് എന്ത് ചെയ്യാണ്? ഇന്ത്യ വാസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കമ്മിങ് ഓഫ് ഇസ്ലാം ആൻഡ് മുസ്ലിം ഇൻവേഷൻസ്. ഇസ്ലാമിന്റെ വരവും മുസ്ലിംസിന്റെ അധിനിവേശങ്ങളും ഒക്കെ ഇന്ത്യയെ ശക്തമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ കൊളോണിയൽ പവേഴ്സ് ഫോളോഡ്. തുടർന്ന് പാശ്ചാത്യ കൊളോണിയൽ ശക്തികള് പുതിയൊരു തരം ആധിപത്യം
കൊളോണിയലിസവും കൊണ്ടുവരികയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ഇമ്പാക്ട് ഓഫ് ഫ്രഷ് ഐഡിയാസ് ആൻഡ് ദ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ ദാറ്റ് വാസ് ഗ്രോവിംഗ് അപ്പ് ഇൻ യൂറോപ്പ്. അതേസമയം യൂറോപ്പിൽ എന്താണ് വളർന്നു വരുന്ന പുതിയ ആശയങ്ങളുടെയും വ്യാവസായിക നാഗരികതയുടെയും സ്വാധീനവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നേറിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ യൂറോപ്പിൽ. ദിസ് പീരിയഡ് കൾമിനേറ്റഡ് ആഫ്റ്റർ എ ലോങ് സ്ട്രഗിൾ. ഈ ഒരു കാലഘട്ടം ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷം സ്വാതന്ത്ര്യത്തിൽ എന്ത് ചെയ്യാണ്, കലാശിക്കുകയാണ് ഈ ഒരു കാലഘട്ടം. ദെൻ in independence, and now we face the future with all this burden of the past upon us and the confused dreams and steerings of the future that we seek to build. ഇപ്പോൾ നമ്മൾ ഈ ഭൂതകാലത്തിൻ്റെ നമ്മുടെ ബേർഡൻസ് എല്ലാം നമ്മുടെ മേലെന്ത് ചെയ്യാണ് ചുമത്തി ഭാവിയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പത്തിലായിട്ടുള്ള പ്രശ്നങ്ങളും ആവേശങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് സ്വപ്നങ്ങളെ ഒഴിവാക്കല്ല, ആശയക്കുഴപ്പങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ സ്വപ്നങ്ങൾ എന്ത് ചെയ്യാണ് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ഡ്രീംസ് ഉണ്ടായിരുന്നു, അതിനൊക്കെ നമ്മൾ ഒഴിവാക്കി ദെൻ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് പ്രയത്നിക്കാൻ എന്ത് ചെയ്യാണ് നമ്മൾ മുന്നിട്ട് വീണ്ടും ഇറങ്ങുകയാണ്. അപ്പൊ ഇന്ത്യയിലേക്ക് ഇസ്ലാം മുസ്ലിം കടന്നുവരവുകളൊക്കെ ശക്തമായതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ് വെസ്റ്റേണേഴ്സ് എത്തുകയാണ്. പിന്നെ ഇന്ത്യയെ ബ്രിട്ടന്റെ കോളനിയാക്കി മാറ്റുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയത് ഒരുപാട് സ്ട്രഗിൾസിന് ശേഷമായിരുന്നു. സോ ആ ഒരു സമയത്തെ പറ്റിയാണ് അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത്. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 2 ആണ്. സെക്ഷൻ 2-ൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കൂ. ടുഡേ വി ആർ കൺഫ്യൂസ്ഡ്. ഇന്ന് നമ്മൾ ആശയക്കുഴപ്പത്തിലാണ്. ഷുഡ് വി ഫോളോ ദ ലീഡ് ഗിവൺ ബൈ ദ വെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് അവർ പാസ്റ്റ്. പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ നൽകിയ മാതൃക പിന്തുടർന്ന് നമ്മളുടെ പാസ്റ്റ് നമ്മൾ മറക്കണോ? ഓ ഷുഡ് വി ട്രൈ ടു റിവൈവ് ദ പാസ്റ്റ് ഗ്ലോറി ഓഫ് ഇന്ത്യ. അതോ ഇന്ത്യയുടെ ഭൂതകാല മഹത്വം പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണോ നമ്മൾ വേണ്ടത്? ഗാന്ധി ഷോഡ് ആസ് ദ റൈറ്റ് പാത്ത് സേസ് നെഹ്റു. ഗാന്ധി നമുക്ക് ശരിയായ പാത കാണിച്ചു തന്നു എന്നാണ് നെഹ്റു പറയുന്നത്. ഇനി എന്തൊക്കെയാണ് നെഹ്റു പറയുന്നത് എന്ന് നോക്കൂ. ഇൻ ദ tumult and confusion of our time, we stand facing both ways, forward to the future and backwards to the past, being pulled in both directions. How can we resolve this conflict and revolve a structure for living with fulfills our material needs and at the same time sustain our mind and spirit? What new ideals or old ideals, varied and adapted to the new world, can we place before our people, and how can we galvanize the people into wakefulness and action? പിന്നീട് എന്താണ് അദ്ദേഹം പറയുന്നത്? In the tumult and confusion of our time, we stand facing both ways, forward to the future and backwards to the past, being pulled in both directions. നമ്മുടെ കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഭാവിയിലേക്കും നമ്മുടെ എന്ത് ചെയ്യുക പാസ്റ്റിലേക്കും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിച്ചു വന്നതാണ്, മുന്നോട്ട് വന്നിരിക്കുന്നതായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് ദിശകളിൽ നിന്നും, അതായത് ഫ്യൂച്ചറും ഉണ്ട് നമ്മുടെ പാസ്റ്റും ഉണ്ട്, ആ രണ്ട് ദിശകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ് ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അഭിമുഖീകരിക്കുകയും ആ ഒരു പാസ്റ്റിലേക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കും നമ്മൾ എന്ത് ചെയ്യാണ് വലിച്ചിഴക്കപ്പെടുന്ന ഒരു നിമിഷം നമുക്കുണ്ടായിട്ടുണ്ട് നമ്മുടെ കാലത്ത്. ആൻഡ് how can we resolve this conflict and evolve a structure for living which fulfills our material needs and at the same time sustain our mind and spirit? പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം എങ്ങനെ നമുക്ക് പരിഹരിക്കാനാകും? നമ്മുടെ ഭൗതിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റുകയും അതേസമയം തന്നെ നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ഒക്കെ നിലനിർത്തി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിന്റെ സ്ട്രക്ചർ വികസിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ എന്നുള്ളത് എന്ത് ചെയ്യണം, അദ്ദേഹം ഒരു ചോദ്യമായിട്ട് സ്ട്രെയിൻ അവർ മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. വാട്ട് ന്യൂ ഐഡിയൽസ് ഓർ ഓൾഡ് ഐഡിയൽസ്
നമുക്ക് എന്ത് ചെയ്യാണ് പുതിയ ആദർശങ്ങളും പഴയ ആദർശങ്ങളോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ് ജനങ്ങളുടെ മുന്നിൽ നമുക്ക് വെക്കാൻ കഴിയുമോ? വാരീഡ് ആൻഡ് അഡാപ്റ്റഡ് ടു ദ ന്യൂ വേൾഡ് ക്യാൻ ബി പ്ലേസ് ബിഫോർ അവർ പീപ്പിൾ. നമ്മുടെ ജനങ്ങൾക്ക് മുൻപിൽ പഴയ ആദർശങ്ങളും പുതിയ ആദർശങ്ങളും ഒക്കെ നമുക്ക് അവരുടെ മുന്നിലേക്ക് വെക്കാൻ കഴിയുമോ? ആൻഡ് ഹൗ ക്യാൻ ബി ഗാൽവനൈസ് ദ പീപ്പിൾ ഇൻ ടു വേക്ക്ഫുൾനെസ് ആൻഡ് ആക്ഷൻ. നമ്മുടെ പുതിയ ലോകവുമായി പൊരുത്തപ്പെടാനും അല്ലെങ്കിൽ എന്താണ് ഈ വൈവിധ്യപൂർണമായിട്ടുള്ള ഈ ആശയങ്ങളൊക്കെ നമ്മൾ അവർക്ക് മുന്നിൽ വെച്ച് ജനങ്ങളെ ഉണർന്നിരിക്കാനും പ്രവർത്തിപ്പിക്കാനും എങ്ങനെ പ്രേരിപ്പിക്കാം എന്നാണ് അദ്ദേഹം മറ്റൊരു ചോദ്യമായിട്ട് അതിലൂടെ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. ചേഞ്ച് ഈസ് എസെൻഷ്യൽ. മാറ്റം അനിവാര്യമാണ് അല്ലെ. But continuity is also necessary. The future has to be built on the foundations laid in the past and in the present. To deny the past and break with it completely is to uproot ourselves and sapless, dry up. അപ്പം എന്താണ്? പക്ഷേ മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിലും കണ്ടിന്യൂറ്റി ഈസ് ആൾസോ നെസസറി. അതിന്റെ കണ്ടിന്യൂറ്റി തുടർച്ചയും എന്ത് ചെയ്യാണ്? അത്യാവശ്യമാണ്. ദ ഫ്യൂച്ചർ ഹാസ് ടു ബി ബിൽറ്റ് ഓൺ ദ ഫൗണ്ടേഷൻസ് ലെയ്ഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇൻ ദ പ്രസന്റ്. നമ്മുടെ പാസ്റ്റിലും അല്ലെങ്കിൽ എന്താ ഫ്യൂച്ചറിലും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ള അതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻസ് അടിത്തറയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പാസ്റ്റിലും പ്രസന്റിലും, ഫ്യൂച്ചറിലല്ല പാസ്റ്റിലും പ്രസന്റിലും നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള അതിൻ്റെ അടിത്തറയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്യൂച്ചർ കെട്ടിപ്പടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പാസ്റ്റിൽ നമ്മൾ നിഷേധിച്ച് അതിൽ നിന്നും പൂർണ്ണമായും അതായത് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വേരോടെ പിഴുതെറിയുകയും ഇല്ലാതാക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. To deny the past and break with it completely is to uproot ourselves and sapless dry up. It was the virtue of Gandhiji to keep his feet firmly planted in the rich traditions of our race and our soil, and at the same time to function on the revolutionary plane. പിന്നെന്ത് പറയുന്നു അദ്ദേഹം? നമ്മൾ നമ്മുടെ വംശത്തിൻ്റെയും മണ്ണിൻ്റെയും ഒക്കെ സമ്പന്നമായ പാരമ്പര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതേപോലെ വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തിക്കുകയും ചെയ്ത് ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം നമ്മൾ നിൽക്കണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എല്ലാറ്റിനും ഉപരി എന്ത് ചെയ്യണം? എബവ് ഓൾ ഹി ലൈഡ് സ്ട്രെസ് ഓൺ ട്രൂത്ത് ആൻഡ് പീസ്ഫുൾ മീൻസ്. സത്യത്തിനും സമാധാനപരമായ മാർഗങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഊന്നൽ നൽകണം. അതിനായിരിക്കണം നാം ഊന്നൽ നൽകേണ്ടത്. ആൻഡ് ദിസ് ഹി ബിൽറ്റ് ഓൺ ഓൾഡ് ഫൗണ്ടേഷൻസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓറിയന്റഡ് ദ സ്ട്രക്ചർ ടുവാർഡ്സ് ദ ഫ്യൂച്ചർ. അങ്ങനെ അദ്ദേഹം പഴയ അടിത്തറകളിൽ കെട്ടിപ്പടുക്കുകയും അതേസമയം തന്നെ ആ ഘടന നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നയിക്കുകയും ചെയ്തു. Living is a continual adjustment to changing conditions. The rapidity of technological change in the last half century has made the necessity of social change greater than ever, and there is a continual maladjustment. മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം പൊരുത്തപ്പെടണം എന്നാണ് പറയുന്നത്. കണ്ടിന്യൂവൽ അഡ്ജസ്റ്റ്മെന്റ് അതായിരിക്കണം, പൊരുത്തപ്പെടുന്നതായിരിക്കണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ദ റാപ്പിഡിറ്റി ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ച് ഇൻ ദ ലാസ്റ്റ് ഹാഫ് സെഞ്ചുറി ഹാസ് മെയ്ഡ് ദ നെസസിറ്റി ഓഫ് സോഷ്യൽ ചേഞ്ച് ഗ്രേറ്റർ ദാൻ എവർ. അതുപോലെ തന്നെയാണ് നമ്മൾ എന്താണ് കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ ലാസ്റ്റ് ഹാഫ് സെഞ്ചുറി എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ സാങ്കേതിക മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ദ്രുതഗതിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ആ സാമൂഹിക മാറ്റത്തിന്റെ ആവശ്യകതയെ മുൻപത്തെക്കാളും എന്ത് ചെയ്യാണ്? മാറ്റങ്ങൾ മുമ്പത്തെക്കാളും എന്ത് ചെയ്യാണ്? ഇന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ നമുക്ക് എന്താണ്? ഒരുപാട് പ്രശ്നങ്ങളും അതോടൊപ്പം ഉണ്ട്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? ആ സാഹചര്യങ്ങളുമായി ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. Then the advance of science and technology make it definitely possible to solve most of the economic problems of the world. Then ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി നമ്മുടെ ലോകത്തിലെ മിക്ക സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന രീതിയിലായിരിക്കും നടത്തുക. ആൻഡ് in particular to provide the primary necessities of life to everyone all over the world. അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നൽകാനും
അത് സാധ്യമാക്കാനും ശ്രമിക്കണം. ആൻഡ് ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് വിൽ ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി ഓർ എ കമ്മ്യൂണിറ്റി. നമ്മൾ സ്വീകരിക്കുന്ന രീതികൾ നമ്മുടെ രാജ്യത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഒക്കെ പശ്ചാത്തലവും സാംസ്കാരിക വികസനത്തെയും ഒക്കെ എന്ത് ചെയ്യാണ്, ആശ്രയിച്ചാണ് ഇരിക്കേണ്ടത് എന്നുള്ളതും അദ്ദേഹം നമ്മളോട് പറയുന്നു, നെഹ്റു. ദെൻ സെക്ഷൻ 3 പോകുന്നത്. Nehru is both pleased and disappointed with modern India. What pleases him and what are his fears? Let us find out. എന്താ പറയുന്നത്, ആധുനിക ഇന്ത്യയിലെ നെഹ്റു സന്തുഷ്ടനും പിന്നെന്താണ് ഡിസപ്പോയിന്റഡുമായിരുന്നു, നിരാശനുമായിരുന്നു. എന്താണ് അദ്ദേഹത്തെ, വാട്ട് പ്ലീസസ് ഹിം ആൻഡ് വാട്ട് ആർ ഹിസ് ഫിയേഴ്സ്, എന്താണ് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചിരുന്നത്, എന്താണ് അദ്ദേഹത്തെ ഭയപ്പെടുത്തിയിരുന്നത്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് എന്നാണ് പറയുന്നത്, അത് നമുക്ക് കണ്ടെത്താം. India today presents a very mixed picture of hope and anguish, of remarkable advances and at the same time of inertia, of a new spirit and also the dead hand of the past and of privileges, of an overall and growing unity and many disruptive tendencies. Withal, there is a great vitality and ferment in people's mind and activities. നമ്മൾ ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള ഇന്ത്യ ടുഡേ പ്രസൻസ് എ വെരി മിക്സ്ഡ് പിക്ചർ ഓഫ് ഹോപ്പ് ആൻഡ് ആംഗ്വിഷ്, ഓഫ് റിമാർക്കബിൾ അഡ്വാൻസസ് ആൻഡ് ദ സെയിം ടൈം ഓഫ് ഇനേർഷ്യ, ഓഫ് എ ന്യൂ സ്പിരിറ്റ് ആൻഡ് ആൾസോ ദ ഡെഡ് ഹാൻഡ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് ഓഫ് പ്രിവിലേജസ്. ശ്രദ്ധേയമായ ഒരുപാട് പുരോഗതികൾ അല്ലെങ്കിൽ എന്താണ് പ്രതീക്ഷയുടെയും വേദനയുടെയും ഒക്കെ സമയം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ പുതിയൊരു ചൈതന്യത്തിൻ്റെയും അതുപോലെ നമ്മുടെ പാസ്റ്റിലെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, നിർജീവമായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഐക്യവും അല്ലെങ്കിൽ നമ്മളുടെ അഖണ്ഡതയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, വളർത്തിക്കൊണ്ടുവന്ന് നിരവധി പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കി കളഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിത്രം ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളും പ്രശ്നങ്ങളും വേദനകളും ഒക്കെ സഹിച്ച് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നേറി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ചിത്രം നമുക്ക് ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിത്ത് ഓൾ ദർ ഇസ് എ ഗ്രേറ്റ് വിറ്റാലിറ്റി ആൻഡ് ഫെർമെന്റ് ഇൻ പീപ്പിൾസ് മൈൻഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. അതേസമയം നമ്മുടെ ആളുകളുടെ മനസ്സിലും പ്രവർത്തനത്തിലും ഒക്കെ വലിയ ഉന്മേഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ റിമാർക്കബിൾ തിങ് ദാറ്റ് എ കൺട്രി ആൻഡ് എ പീപ്പിൾ റൂട്ടഡ് ഇൻ ദിസ് റിമോട്ട് പാസ്റ്റ് who have shown so much resistance to change in the past should now be marching forward rapidly and with resolute steps. നമ്മുടെ വിദൂരമായിട്ടുള്ള ഒരുപാട് പുറകിലായിട്ടുള്ള റിമോട്ട് പാസ്റ്റ് എന്നാ പറയുന്നത്, വിദൂരമായ ഒരു പാസ്റ്റില് വേരൂന്നിയതും അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ മാറ്റത്തിനെതിരെ വളരെയധികം പ്രതിരോധങ്ങൾ കാണിച്ചതുമായ ഒരു രാജ്യം ജനതയും ഇപ്പൊ എന്ത് ചെയ്യാണ്, ഒരു ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ദെൻ അതെന്ത് ചെയ്യാണ്, ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത്, റിമാർക്കബിൾ തിങ് ആണ്. ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്. ആളുകളുടെയൊക്കെ മനസ്സ്, അവരുടെ പ്രവർത്തനങ്ങൾ അതെല്ലാം ദൃഢനിശ്ചയത്തോടു കൂടി എന്ത് ചെയ്യാണ്, മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. Then what will emerge from the labor and the tumults of the present generation? ഇന്നത്തെ തലമുറയുടെ അധ്വാനത്തിൽ നിന്നും എന്ത് ചെയ്യാണ്, tumults of the present generation എന്നാ പറയുന്നത്. എന്തെങ്കിലും കോലാഹലങ്ങൾ അല്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഐ കാനോട്ട് സേ വാട്ട് ടുമോറോസ് ഇന്ത്യ വിൽ ബി ലൈക്ക്. എൻ്റെ പ്രതീക്ഷയും ആഗ്രഹങ്ങളൊക്കെ എനിക്ക് പ്രകടിപ്പിക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇന്ത്യയെ നമ്മളോടൊപ്പം എന്ത് ചെയ്യണം, മുന്നേറി മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. നമ്മൾ മുന്നേറുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ഇന്ത്യയെ മുന്നേറിക്കൊണ്ടുവരണം. ഐ ക്യാൻ ഓൺലി എക്സ്പ്രസ് മൈ ഹോപ്പ് ആൻഡ് വിഷസ്. എനിക്ക് എൻ്റെ പ്രതീക്ഷകള് പിന്നെ അതുപോലെ തന്നെ ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. I want India to advance on the material plane, to fulfill her 5 years plans to raise the standard of living
ഓഫ് ഹർ വാസ്റ്റ് പോപ്പുലേഷൻ. ആ പഞ്ചവത്സര പദ്ധതികൾ നിറവേറ്റുന്നതിലൂടെ അതിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ജനസംഖ്യയുടെ ജീവിത നിലവാരം തന്നെ എന്ത് ചെയ്യാണ്, ഈ ഒരു പദ്ധതിയിലൂടെ ഉയർത്താൻ കഴിയാണ്. മതത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ പ്രവിശ്യയുടെയോ ഒന്നും പേരിലല്ല. ഇതെന്ത് ചെയ്യാണ്, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം എന്ത് ചെയ്യണം, ഒഴിവാക്കി അത് അവസാനിപ്പിച്ച് ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യണം, നമ്മുടെ മൂല്യങ്ങളെ ഉയർത്താനും അതിനനുസരിച്ച് വളർന്ന് പൂർണ്ണവാനായി മാറാനും അവസരം ലഭിക്കുന്ന തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ജനങ്ങൾ സജ്ജരാവണം. ഐ വാണ്ട് ദ നാരോ കോൺഫ്ലിക്ട്സ് ഓഫ് ടുഡേ ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ ഓർ കാസ്റ്റ്, ലാംഗ്വേജ് ഓർ പ്രൊവിൻസ് ടു ഈസ് ആൻഡ് എ ക്ലാസ്ലെസ് ആൻഡ് കാസ്റ്റ്ലെസ് സൊസൈറ്റി ടു ബി ബിൽറ്റ് അപ്പ് where every individual has full opportunity to grow according to his worth and ability. In particular, I hope that the curse of caste will be ended, for there is neither democracy nor socialism on the basis of caste. പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ജാതിയുടെ ഒരു വിവേചനമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കിക്കൊണ്ട് ഐ ഹോപ്പ് ദാറ്റ് ദ കേഴ്സ് ഓഫ് കാസ്റ്റ് വിൽ ബി എൻഡഡ്, അത് അവസാനിപ്പിക്കണം. ഫോർ ദർ ഈസ് എ നൈദർ ഡെമോക്രസി നോർ സോഷ്യലിസം ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ജനാധിപത്യമോ സോഷ്യലിസമോ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ജാതിയുടെ വേർതിരിവുകൾ അതെന്ത് ചെയ്യണം, ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത്. ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് ജവഹർലാൽ നെഹ്റു ഈ ഒരു സ്പീച്ചിലൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും നന്നായിട്ട് നമ്മുടെ പാഠം വായിക്കണം, എല്ലാവരും അത് നന്നായി മനസ്സിലാക്കുകയും വേണം. താങ്ക് യു.